ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. ഭദ്രകാളി അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഞാൻ ഈ റീഡിങ് എടുക്കുന്നത് ജനറൽ റീഡിംഗ് ആണ്, അതേപോലെ തന്നെ ടൈംലെസ് ആണ്. ഞാൻ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദിവസം ആയതുകൊണ്ടാണ് ഇന്ന് ഈ റീഡിങ് എടുക്കുന്നത്. ഞാൻ എല്ലാ ചൊവ്വ വെള്ളിയിലും റീഡിങ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഏത് ദിവസം വേണമെങ്കിലും കാണാം. ആ സമയം മുതൽ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ ഈ ദിവസം റീഡിങ് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി മറക്കരുത്. പറ്റുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. ചുവന്ന തെറ്റി അതേപോലെ തന്നെ ചെമ്പരത്തി മാല ഒക്കെ കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. കാര്യതടസ്സം അതേപോലെ തന്നെ ശത്രുദോഷം മൂലം വലയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ നല്ലൊരു മാറ്റം കൊണ്ടുവരും ജീവിതത്തിൽ. അതിന് നല്ലതാണ്. അതേപോലെ തന്നെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട വഴിപാടുകളെ പറ്റിയിട്ട് പറയാം. കടും പായസം കാര്യവിജയത്തിനും കുടുംബ അഭിവൃദ്ധിക്കും, ഗുരുതി പുഷ്പാഞ്ജലി കണ്ണേറ്, ആഭിചാരദോഷം ശത്രുദോഷം ഇത് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കരിക്കഭിഷേകം രോഗശാന്തിക്കും ദീർഘായുസിനും, പട്ടും താലിയും ദാമ്പത്യ സുരക്ഷയ്ക്കും, വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും. പട്ട് കൊടുക്കുമ്പം ചുവന്ന പട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുങ്കുമ അർച്ചന അതും കാര്യസിദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ റീഡിങ്ങിൽ തന്നെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാരങ്ങാ വിളക്ക് വെച്ചിട്ട് അമ്മയെ വീട്ടിൽ പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അമ്മയുടെ കീർത്തനങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് കുറേ കൂടെ ഐശ്വര്യം ഉണ്ടാക്കുന്നതിനും, അതേപോലെ വീട്ടിൽ ചെയ്യുമ്പം വീട്ടിലും ഐശ്വര്യം ഉണ്ടാവുന്നതിന് കാരണമാവും. ഞാൻ എൻ്റെ കഴിഞ്ഞ എല്ലാ റീഡിങ്ങിലും അമ്മ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള റീഡിംഗ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഞാനൊരു സബ്ജക്റ്റ് വെച്ചേക്കുവാണ്, ഒരു വിഷയം വെച്ചിട്ട് ചോദിക്കുവാണ്. നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടോ? ശത്രുദോഷം മൂലം വലയുന്ന ഒരുപാട് പേരുണ്ട്. ചിലർക്കൊക്കെ കുടുംബങ്ങളിൽ ഉള്ള ബഹളങ്ങൾ, വാക്ക് തർക്കങ്ങൾ, പരസ്പരം തള്ളിപ്പറയുക, പ്രാക്ക് ദോഷം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരുണ്ട്. അതുപോലെ തന്നെ എവിടെ പോയാലും ആൾക്കാരെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ജോലി സ്ഥലത്ത് മാത്രമല്ല, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും എവിടെ പോയാലും ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നു, ആൾക്കാർ നിങ്ങളെ ദ്രോഹിക്കുന്നു, ഇങ്ങനെ ഉള്ള രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടോ? ആ ശത്രു ആരാണ് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എങ്കിൽ എന്തൊക്കെ അടയാളങ്ങളാണ് അതിന് തരുന്നതെന്നുള്ളതിനെ പറ്റി ആദ്യം നമുക്ക് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ കടിക്കുന്ന ഉറുമ്പ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ, വരുന്നത് മാത്രമല്ല അത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, കടിക്കുന്ന ഉറുമ്പ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശത്രുദോഷം ഉണ്ട് എന്നുള്ളതിൻ്റെയാണ്. അതേപോലെ തന്നെ വേട്ടാളൻ, കടന്നൽ എന്ന് പറയും, ഈ മണ്ണ് കൊണ്ട് കൂട് വെക്കുന്നത്, അതും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്തായിട്ടോ എവിടെയെങ്കിലും ഒക്കെ കൂട് കൂട്ടുന്നുണ്ടെങ്കിലും ശത്രുദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. പിന്നെ ഏറ്റവും വലിയൊരു അടയാളം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും തടസ്സം എന്നുള്ളതാണ്. ഏത് കാര്യങ്ങളിലേക്ക് പോയാലും തടസ്സമാണ്, അത് നടക്കുന്നില്ല, താമസം, കാലതാമസം ഒക്കെ ഉണ്ടാവുന്നതും ഇതിൻ്റെ ഒരു കാരണമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ്, വളർത്തു മൃഗങ്ങൾ, അല്ലെങ്കിൽ കിളികളാണെങ്കിൽ പോലും, അത് ഏതാണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് അതിന് മരണം സംഭവിക്കുക, അല്ലെങ്കിൽ അത് പറന്നു പോവുക എന്നുള്ളതൊക്കെ, പ്രത്യേകിച്ച് അത് മരണപ്പെട്ടു പോകുന്നത്, നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ടുള്ളത് അവർക്ക് ഏൽക്കുമെന്നാണ്. അത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏൽക്കും കൂടുതൽ, നമ്മളെക്കാളും കൂടുതൽ ഇവർക്കത് തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ടെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങൾക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അതിന് എല്ലാത്തിനും മടി, ചെയ്യാൻ വയ്യ, മനസ്സ് മടിക്കുക എന്ന് പറയത്തില്ലേ, അപ്പം അങ്ങനെ മനസ്സ് മടിക്കുക എല്ലാ കാര്യങ്ങളോടും. ഇത് പ്രാർത്ഥനയുടെ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് ഏത് കാര്യങ്ങളിലും പോവാൻ ഉള്ള മനസ്സില്ല, മാറ്റിവെക്കുന്നത്, ഇതൊക്കെയാണ് ശത്രുദോഷം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്.
അതേപോലെ തന്നെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ കൂടോത്രം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. അതുമല്ല, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മ നമ്മളോട് പറയുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ റീഡിങ് കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ റീഡിങ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളോട് എന്തോ പറയുന്നതെന്ന് നോക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ശത്രുദോഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ റീഡിങ് കാണുന്ന പേർക്ക് തീർച്ചയായിട്ടും ശത്രുദോഷം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കാർഡിൽ കാണാൻ സാധിക്കുന്നത്. അത് ആരാണ് എന്നുള്ളതിന് ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെയാണ് അത് കാണിക്കുന്നത്. അതൊരു സ്ത്രീയാണ് എന്നാണ് അമ്മ പറയുന്നത്. നിങ്ങളുടെ കുടുംബവുമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ഒരു മുതിർന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ശത്രുവായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെട്ടു പോവോ എന്നുള്ള രീതിയിലൊക്കെ പേടിക്കുന്ന ഒരാളായിട്ടാണ്. ചിലർക്കൊക്കെ ഇൻബോൺ ടാലൻ്റ് ഉള്ള ആൾക്കാരുണ്ട്, എന്ന് വെച്ചാൽ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു പോവോ, നിങ്ങളുടെ കുടുംബം അതുവഴി രക്ഷപ്പെട്ടു പോവോ എന്നുള്ള രീതിയിൽ പേടിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ പോലും ഈ സ്ത്രീ കാരണം വഴക്കുണ്ടായതായിട്ടും വാക്ക് തർക്കങ്ങൾ, പ്രാക്ക്, അങ്ങനെയുള്ള നിങ്ങൾ കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാവാൻ ഈ ഒരു സ്ത്രീ കാരണക്കാരി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു നല്ല സമയമാണ്, എന്നാൽ പോലും ആ ഒരു സമയമൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ തളച്ചിട്ടേക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുക, ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുക, നിങ്ങളുടെ അംഗീകാരങ്ങൾ ഇല്ലാതാക്കുക, ആൾക്കാർക്കിടയിലുള്ള അംഗീകാരങ്ങൾ, സ്നേഹം, നിങ്ങളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒക്കെ തളർത്താൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ നോക്കിയിട്ടുണ്ട്. രോഗം പിടിപെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, എന്ന് വെച്ചാൽ രോഗം കാരണം എപ്പോഴും ഇങ്ങനെ ആശുപത്രി കേസാണ്, എപ്പോഴും ആശുപത്രിയിൽ പോവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം നിങ്ങൾ അകാരണമായി പേടിക്കുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബവുമായിട്ട് തന്നെ അടുപ്പമുള്ള ഒരു മുതിർന്ന സ്ത്രീയായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ട്, നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ ഇല്ലാതാക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ നല്ല സമയത്തും നിങ്ങളിങ്ങനെ അടച്ചിരിക്കുന്ന ഒരവസ്ഥ, കെട്ടിയിട്ടേക്കുന്ന അവസ്ഥ, നിങ്ങൾക്ക് എന്താ പറയുന്നത്, പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ വന്ന് വീഴുന്ന പോലെ. ഇപ്പോൾ ഒരു കിളിയെ ഒരു കൂട്ടിൽ ഇട്ട് അടച്ച അവസ്ഥയാണ്. കൂട്ടിലിട്ട് അടച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, ആ വാതിൽ തുറന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ വിചാരം അതിപ്പോഴും അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നല്ല സമയങ്ങളിൽ പോലും നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആ കൂടിനകത്ത് നിങ്ങൾ പെട്ടുപോയ അവസ്ഥ, അത് ചിലർക്ക് മാനസികപരമായിട്ടാണ്. അടഞ്ഞിരിക്കുവാണ് എന്നത് തന്നെയാണ് ചിലർ ഇപ്പോഴും വിചാരിക്കുന്നത്. ആ കൂടിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ അവസരങ്ങൾ ഒന്നും അറിയാതെ പോകുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനോഹരമായ ഒരു ചിറകുണ്ട്. നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും, എത്ര ഉയരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറന്നുയരാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ചിറകുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. അതേപോലെയാണ് നിങ്ങളുടെ നല്ല സമയത്ത് പോലും നിങ്ങളെ മാനസികമായിട്ടും ഇങ്ങനെ ഇല്ലാതാക്കി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അവസരങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ആൾക്കാരെ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾക്കാരെ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു കാരണവും ഇല്ലാതൊക്കെ വന്ന് ഇടപെട്ട് ഇങ്ങനെ സംസാരിച്ച് അത് വഷളാക്കുക എന്ന് പറയത്തില്ലേ, എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും പോലും പറഞ്ഞിങ്ങനെ വലിയ ഒരു പ്രശ്നമാക്കി ആളെ കൂട്ടി പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും ഇങ്ങനെ എല്ലാം കുറ്റമാണ് പറയുന്നത്, നിൽക്കുന്നത്, നോക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു സ്ത്രീ ആയിട്ടാണ്, ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ. ഒരു പിശാച് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ റീഡിങ്ങിൽ ഇങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ഇവരത്ര മോശമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇവർ മോശമാണെന്ന് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ തകർക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ. കുടുംബം ഇല്ലാതാക്കുക, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ബഹളം ഉണ്ടാക്കി വെക്കുന്ന ഒരാളെ നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഇവർ, ഒരു അഹങ്കാരിയാണ് അവർ.
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതേപോലെ തന്നെ ഭദ്രകാളി അമ്മയാണെങ്കിലും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നീ എന്നെ വിളിക്കാൻ മറന്നു പോകുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നിൻ്റെ ഏത് അവസ്ഥയിലും, അതിപ്പം നിൻ്റെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നീ എന്നെ വിശ്വസിക്കുകയും അതേപോലെ തന്നെ പ്രാർത്ഥനയാണ് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ശത്രുസംഹാര പൂജ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുമ്പോൾ ഒരു സംഖ്യ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്ന് വെച്ചാൽ അടുപ്പിച്ചൊരു 21 ദിവസം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ശത്രുദോഷത്തിൽ നിന്നൊക്കെ, ആൾക്കാരിൽ നിന്നുള്ള ഉപദ്രവമുണ്ട്, അത് എവിടെ പോയാലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ അത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ട്, ഇല്ല എന്നല്ല. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ജസ്റ്റിസ് കിട്ടണം അല്ലേ? അത് ജസ്റ്റിസ് കിട്ടേണ്ട ആണ്. കാരണം നിങ്ങളുടെ കാലങ്ങൾ, നിങ്ങളുടെ സമയങ്ങളൊക്കെ ഇല്ലാതാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് കിട്ടും എന്ന് തന്നെയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചതിനപ്പുറം അവരനുഭവിക്കും. മേ ബി അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളായിരിക്കും, അവരുടെ മക്കളോ ഒക്കെ ആയിരിക്കും അത് അനുഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളൊരു കിങ്ങിനെ പോലെ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു രാജകുമാരിയെ പോലെ അത്രയും ഒരു ഇതായിട്ട് ജീവിക്കേണ്ടവരാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈലിലൊക്കെ അത്രയും പുരോഗതി ഉണ്ടാവേണ്ട ആൾക്കാരായിരുന്നു. പക്ഷേ നിങ്ങളെ ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഭദ്രകാളി അമ്മയിൽ അഭയം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. പിന്നെ എൻ്റെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പാക്കി പോകാം. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കാണുന്ന പേർക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ആവും. നിങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ട് കാക്കക്കൂടുണ്ടെങ്കിലും ഇതേപോലെ ശത്രുദോഷം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. കാക്കക്കൂട് ഓരോ വശത്ത് വരുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളുണ്ട്. എന്നാലും തെക്ക് പടിഞ്ഞാറ് ഉണ്ടെങ്കിൽ അത് ശത്രുദോഷം ഉണ്ടെന്നാണ്. അപ്പം നിങ്ങളുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ആൾ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധമുള്ള, നിങ്ങളുടെ ബന്ധു പോലെയുള്ള ഒരാൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള, പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പുറപ്പെടുന്ന സമയത്ത് അത് രഹസ്യമായിട്ട്, ഒരു രഹസ്യ സ്വഭാവം നിങ്ങൾ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളും പറയരുത് എന്നൊരു വലിയൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെതിരെയൊക്കെ പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഇവർ. അതുപോലെ തന്നെ നിങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വരുന്നതിന് ശേഷം, പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പരിപാടികൾക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കല്ലുപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ചിട്ടിട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും. നെഗറ്റീവ് എനർജിയൊക്കെ മാറാൻ വളരെ നല്ലതാണ്. കണ്ണേറ് ദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറും. ഉപ്പെന്ന് പറയുന്നത് കടലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കടലിലാണ് വസിക്കുന്നത് എന്നതിനാൽ കല്ലുപ്പിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാമ്പത്തിക സ്വാധീനവും ഉണ്ടെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്ത്, തുടയ്ക്കുന്ന സമയത്തും കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം അത് വൃത്തിയാക്കി എടുക്കുന്നതും ഇതേപോലെ നെഗറ്റീവ് എനർജി, വീടിന് എന്തെങ്കിലും നെഗറ്റീവ് എനർജികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ അത് സഹായിക്കും. ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ തറ തുടയ്ക്കുക എന്ന് പറയുന്നത് അതിന് അളവുണ്ട്. കുറച്ചേ എടുക്കാവൂ. കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിപരീത ഫലവും വരുവേ. അപ്പോൾ ഉപ്പ് എടുക്കുന്ന സമയത്ത് കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ശത്രുദോഷം ഉണ്ടായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥനാ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അമ്മയിൽ നിങ്ങൾ ആശ്രയം വെക്കണം എന്ന് തന്നെയാണ്. നിങ്ങളുടെ ഏത് അവസ്ഥയിലും നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും, അങ്ങനെ ഏത് ദേഷ്യമാണെങ്കിലും, ഏത് ഇമോഷണൽ സിറ്റുവേഷൻ, ഏത് മാനസികാവസ്ഥയിലാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മുടക്കുന്നതും അങ്ങനെ നിങ്ങൾക്ക് തോന്നാത്തതും ഒക്കെ ഇങ്ങനെ ഇതേപോലുള്ള ദോഷങ്ങളും നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടായത് കൊണ്ടാണ്. കാരണം അവർക്കെതിരെ ചെയ്യണം എന്നല്ല, നമ്മൾ നമ്മുടെ ശക്തി വളർത്തിയെടുക്കണം. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും അതേപോലെ തന്നെ വഴിപാടുകൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തതിലൂടെയും നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കണം എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പലർക്കും എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുലദൈവമായിട്ടുള്ളത് ഭദ്രകാളി അമ്മയാണ്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി അമ്മയ്ക്ക് വേണ്ടുന്ന എന്തുവാന്ന് വെച്ചാൽ അത് കൊടുക്കണം. നിങ്ങൾ പ്രീതിപ്പെടുത്തണം. നിങ്ങളുടെ ശക്തി അത്രയും വലുതാക്കി എടുക്കണം.
നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യുക എന്നല്ല. നമുക്ക് തന്നെ അറിയാം, ഭദ്രകാളി അമ്മയാണ് എല്ലാത്തിൻ്റെയും, പ്രത്യേകിച്ച് ശത്രുദോഷത്തിന് ഏറ്റവും നല്ലത്. അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് ജ്ഞാനം നൽകുന്ന ശക്തി സ്വരൂപിണിയാണ് അമ്മ ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നവരിൽ കൂടുതൽ പേരുടെയും കുലദൈവമായിട്ട് നിൽക്കുന്നത് ഭദ്രകാളി ദേവിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ അമ്മ പറയുന്നുണ്ട്, നീ പേടിക്കേണ്ടതില്ല, നീ എന്നിൽ അഭയം പ്രാപിച്ചാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോരാടാനും നിങ്ങളെ സംരക്ഷിക്കാനും സാധിക്കും. എന്ന് വെച്ചാൽ നിൻ്റെ പ്രാർത്ഥന കാരണം നിന്നെ പല കാര്യങ്ങളിൽ നിന്ന് പോലും അമ്മ സംരക്ഷിച്ചിട്ടുള്ളതായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പക്ഷേ പേടിക്കേണ്ടതില്ല, നിങ്ങൾ അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. നിങ്ങളെ അങ്ങനെ സംരക്ഷിച്ചിട്ട് ഉള്ളതായിട്ടും അമ്മ പറയുന്നുണ്ട്. അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ അമ്മയിൽ നിന്ന് വ്യതിചലിച്ച് പോവരുത് എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അമ്മ നിങ്ങളെ സംരക്ഷിച്ചതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് അനുഭവങ്ങളുള്ളവർ തന്നെയാണ്. അമ്മയിൽ പ്രാർത്ഥിക്കുക, അമ്മയിൽ അഭയം പ്രാപിക്കുക എന്ന് തന്നെയാണ് എനിക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ വിട്ടു പോകട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സന്ദേശങ്ങൾ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ പ്രാർത്ഥനകൾ മുടക്കരുത്, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.